അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം പതിറ്റാണ്ടുകളായി ഏറ്റുമുട്ടലുകളും പരസ്പര അവിശ്വാസവും നിറഞ്ഞതാണ്. ആണവ കരാറുകൾ, സാമ്പത്തിക ഉപരോധങ്ങൾ, പ്രാദേശിക സ്വാധീന പോരാട്ടങ്ങൾ എല്ലാം ചേർന്ന് ഈ ബന്ധത്തെ സ്ഥിരം സംഘർഷത്തിന്റെ പാതയിലേക്കാണ് തള്ളിയത്. ഇപ്പോൾ അമേരിക്കയിൽ നിന്നും ഉയരുന്ന പുതിയ ആരോപണങ്ങളും അതിനു മറുപടിയായി ഇറാനിൽ നിന്ന് വരുന്ന ശക്തമായ പ്രതികരണങ്ങളും ഈ ദീർഘകാല വൈരുദ്ധ്യം വീണ്ടും ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന സൂചന നൽകുന്നുണ്ട്. എന്നാൽ ഇത്തവണ ആരോപണങ്ങളുടെ സ്വഭാവം തന്നെ വ്യത്യസ്തമാണ്. പതിവ് പോലെ ആണവായുധങ്ങളോ ദീർഘകാല മിസൈലുകളോ കുറിച്ചല്ല ഇത്തവണ അമേരിക്ക സംസാരിക്കുന്നത്. പകരം ഫാർമസ്യൂട്ടിക്കൽ അധിഷ്ഠിത ഏജന്റുകൾ എന്ന സാങ്കേതികവും ഭീതിജനകവുമായ പദം ഉപയോഗിച്ചാണ് ഇറാനെതിരെ പുതിയൊരു അമേരിക്ക നരേറ്റീവ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ, മരുന്ന് നിർമ്മാണത്തിനും മെഡിക്കൽ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ചില രാസവസ്തുക്കൾ ഇറാൻ രഹസ്യമായി മാരകമായ രാസായുധങ്ങളാക്കി മാറ്റുന്നു എന്നതാണ് അമേരിക്കയുടെ പുതിയ വാദഗതി. ഇത്തരമൊരു ആരോപണം കേൾക്കുമ്പോൾ ഇറാഖ് യുദ്ധത്തിന് തൊട്ടു മുമ്പ് മാസ് ഡിസ്ട്രക്ഷൻ ആയുധങ്ങൾ എന്ന പേരിൽ ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ച പഴയ അനുഭവം പലർക്കും ഓർമ്മ വരും. അത് വെറും സ്വാഭാവികമായ നടപടിയാണ്.